എല്ലാ ആശുപത്രികളും ഡോക്ടേഴ്സും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പ്രെയർ ലൈനിൽ വിളിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ലോകമെമ്പാടും കാണുന്ന ബ്ലെസ്സിങ് ടുഡേ അംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. വി വെൽക്കം ദി ഗ്ലോബൽ ഓഡിയൻസ് ഓഫ് ബ്ലെസ്സിങ് ടുഡേ. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ ദിവസവും ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പിൽ നിന്നാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പ് നമുക്ക് വീണ്ടും ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പാലാരിവട്ടത്തിൽ നിന്ന് LC സിസ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇന്ന് രണ്ടാമത്തെ മകൻ തോംസൺ മാത്യുവിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തോംസൺ. മേ ദി ലോർഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മെറിൻ മാത്യു ഇളയ മകളുടെ ഫസ്റ്റ് വിവാഹ വാർഷികമാണ് ഓൺ May 8th. സോ അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ മാസം ഒത്തിരി സെലിബ്രേഷൻസ് ഉള്ള ഒരു മന്താണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഈ കുടുംബത്തെ അങ്ങ് പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. ഓരോ അംഗങ്ങളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ പുതിയ വർഷത്തിൽ തോംസനെ അങ്ങ് സ്പെഷ്യലി ബ്ലെസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നു മുതൽ വിസിബിളി ഒരു മാറ്റം മകൻ്റെ ലൈഫിൽ കാണട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ കർത്താവ് കൂടിയിരിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് കർത്താവ് ഈ വർഷങ്ങളിൽ കർത്താവ് ഒരു വലിയൊരു അപ്ഗ്രഡേഷൻ ഉണ്ടാകട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തോംസൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മൂത്ത മകൻ ഏബ്രഹാം മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുടുംബത്തെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകളിലും അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ മേജർ ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകളിലും നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് മീറ്റിംഗ്സ് ഓഫ് ദി ഇയർ. അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ കടന്നു വരിക. കർത്താവ് അതിശക്തമായ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ ഇന്ന് കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. അതിലേക്ക് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പാസ്റ്റർ ഷെൽഡൻ ബംഗേറ നമ്മുടെ കൂടെ വർഷിപ്പ് ലീഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള ചില പ്രോഗ്രാംസ് നമ്മൾ കാണുന്നു. നമ്മൾ സർവീസ് നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യും. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ട്രിവാൻഡ്രം പട്ടണത്തിൽ വെച്ച് സെലിബ്രേഷൻ ഓഫ് ദി ക്രോസ് എന്ന പേരിൽ നമ്മുടെ സർവീസ് നടക്കുന്നു. പാഷൻ വീക്ക് സെലിബ്രേഷൻ, മ്യൂസിക് കോൺസെർട്ട് എല്ലാം നടക്കുന്നു. അതിലേക്കും എല്ലാ പ്രേക്ഷകരെയും പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന സമ്മർ സ്പ്ലാഷിലേക്കും നിങ്ങളുടെ മക്കളെ അയക്കാം. നിങ്ങൾക്ക് സ്പെഷ്യലി രജിസ്റ്റർ ചെയ്യാം, വന്നു ചേരാം. അതിനുശേഷം നമുക്ക് ടീം കോൺഫറൻസ് നടക്കുന്നു. അതിലെല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വന്നു ചേരുക. അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കർത്താവ് വെച്ചിട്ടുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പനിമിഷങ്ങൾ ചേർന്ന് ആരാധിക്കാം. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തിരമ്പും നേരത്തും വല്ലഭാനീ കോട്ട, വല്ലഭാനീ ശൈലം, വല്ലഭാനീ കോട്ട, വല്ലഭാനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു,
പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകുന്ന ദൈവം. വല്ലഭാനി കോട്ട, വല്ലഭാനി ശൈലം, വല്ലഭാനി കോട്ട, വല്ലഭാനി ശൈലം. ഓ നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ. വല്ലഭാനി കോട്ട, വല്ലഭാനി ശൈലം. ഓ വല്ലഭാനി കോട്ട, വല്ലഭാനി ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീ മനഞ്ഞ നിന്ദാസ. ഇന്ന് ഏപ്രിൽ 3 വെള്ളി. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക. ഇങ്ങനൊരു റിബൺ കൊടുത്തിട്ടുണ്ട്. ആ റിബൺ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഓരോ ദിവസവും മാർക്ക് ചെയ്ത് പോകാം. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഹീലിംഗ് ബ്ലെസ്സിങ്, രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹം. 107 സങ്കീർത്തനം 20 വചനമാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഹി സെൻറ്റ് ഔട്ട് ഹിസ് വേർഡ് ആൻഡ് ഹീൽഡ് ദം. ഹി റെസ്ക്യൂഡ് ദം ഫ്രം ദ ഗ്രേവ്. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറയുന്ന ആ വചനം. ഡെക്ലറേഷൻ നോക്കുക. ഗോഡ്സ് ഹീലിംഗ് വേർഡ് വർക്ക്സ് ഇൻ മൈ ബോഡി ടുഡേ. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന വചനം എൻ്റെ ശരീരത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നു. wholeness and strength flow through me. എന്നിലൂടെ ശക്തിയും ദൈവത്തിൻ്റെ സമ്പൂർണതയും ഒഴുകുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ തന്നെ നോക്കി ദയവായി വായിച്ച് ടിക്ക് ചെയ്യണേ. ഇന്ന് തന്നെ വായിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മോർണിംഗ് ഗ്ലോറി കാണുന്ന ഈ സമയത്ത് തന്നെ പറ്റിയില്ലെങ്കിലും ഇന്ന് തന്നെ മറ്റൊരു സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ച് തീർക്കുക. രാവിലെ തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹീലിംഗ് ബ്ലെസ്സിങ് ആണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇത് പറയുന്ന സമയത്ത് ഏത് വചനമെടുത്താലും അതിനകത്ത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ഓർക്കുക. യോഹന്നാൻ 6:63 പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ജീവനും ആത്മാവുമാകുന്നു. എന്ന് വെച്ചാൽ അതിനകത്ത് ലൈഫുണ്ട്, അതിനകത്ത് സ്പിരിറ്റുണ്ട്. അപ്പം ഇതിനകത്തിരിക്കുന്ന സ്പിരിറ്റ് അഥവാ 107 സങ്കീർത്തനം 20 വചനത്തിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്പിരിറ്റും ലൈഫും റിലീസാവും. ഓക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പെർഫ്യൂം ബോട്ടിലുണ്ടെന്നിരിക്കട്ടെ. ആ പെർഫ്യൂം ബോട്ടിൽ തുറന്നാൽ അതിനകത്തുള്ള ആ കണ്ടെയ്നറിനകത്തുള്ളത് റിലീസാവും, എല്ലാവർക്കും സ്മെല്ല് വരും. വേറൊരു ഓർഡർ ആണെങ്കിൽ അത് തുറന്നാൽ വേറൊരു സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരും. ഇതുപോലെ ഓരോ വചനവും തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചിലത് പുറത്തേക്ക് വരും. അപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ മേൽ ഒരു ഹീലിംഗ് ബ്ലെസ്സിങ് വെളിപ്പെടും? എൻ്റെ രോഗസൗഖ്യം മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു രോഗമില്ല, പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മോർണിംഗ് ഗ്ലോറി കാണാതിരിക്കേണ്ട. ഇന്നതല്ല, എനിക്ക് ഇപ്പോൾ അസുഖമൊന്നുമില്ല, അതുകൊണ്ട് ഇന്നത്തെ വേണ്ട എന്ന് വെച്ച് അടച്ചു വെക്കരുത്. നിങ്ങളിലൂടെ ഈ ഹീലിംഗ് ബ്ലെസ്സിങ് മറ്റുള്ളവരിലേക്ക് ഒഴുകിയാലോ? അതുകൊണ്ട് കേൾക്കണം. 107:20 സങ്കീർത്തനം നമ്മൾ കണ്ടു. ഹി സെൻറ്റ് ഔട്ട് ഹിസ് വേർഡ് ആൻഡ് ഹീൽഡ് ദം. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. 4 കാര്യങ്ങൾ പറയുന്നു. നമ്പർ 1, ഗോഡ്സ് വേർഡ് ക്യാരീസ് ഹീലിംഗ് പവർ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എന്തുണ്ട്? ഹീലിംഗ് പവറുണ്ട്. സൗഖ്യമാക്കുന്ന ശക്തി ദൈവവചനത്തിനുണ്ട്. ഈ വാക്കുകൾക്ക് സൗഖ്യമാക്കാൻ ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? സൗഖ്യമാക്കാൻ മരുന്ന് കഴിക്കണ്ടേ? തീർച്ചയായിട്ടും മരുന്ന് കഴിച്ച് രോഗങ്ങൾ മാറുന്ന എത്രയോ പേരുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല.
പക്ഷേ ദൈവവചനത്തിനകത്തും ഹീലിംഗ് വേർച്യു, ഹീലിംഗ് പവർ അടങ്ങിയിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ഗോഡ്സ് വേർഡ് ഈസ് നോട്ട് മിയർലി ഇൻഫർമേഷൻ. സാധാരണ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഇല്ലേ, ദിനപത്രം വായിക്കുന്ന സമയത്ത് കുറേയധികം ഇൻഫർമേഷൻ കിട്ടി. നമുക്ക് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടി. പഠിക്കുന്ന പുസ്തകങ്ങളോ വിജ്ഞാനകോശങ്ങളോ ഒക്കെ വായിച്ച് നമുക്ക് അറിവ് കിട്ടി. എന്നാൽ ദൈവജനത്തിനകത്ത് വെറും അറിവ് മാത്രമല്ല ഉള്ളത്. ഇറ്റ് ക്യാരീസ് ഡിവൈൻ ലൈഫ് ആൻഡ് പവർ. അതിനകത്ത് ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും അടങ്ങിയിരിക്കുന്നു. അതിനെ റിലീസ് ചെയ്യണം. വെൻ ഗോഡ് സ്പീക്സ്, ഹീലിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ ആർ റിലീസ്ഡ്. ദൈവം സംസാരിക്കുമ്പോൾ എങ്ങനെ ഇതിനെ പറയേണ്ടത്, രോഗസൗഖ്യവും അതുപോലെ ഒരു പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തിയും അതിനകത്തുണ്ട്. അത് ആരോഗ്യം നഷ്ടപ്പെട്ടു, അതിനെ റെസ്റ്റോർ ചെയ്ത് ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ഐ റിസീവ് ഹീലിംഗ് ബ്ലെസ്സിങ്, ഐ റിസീവ് ഹീലിംഗ് ബ്ലെസ്സിങ്. രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു. ടൈപ്പ് ചെയ്യുക, രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുള്ളിൽ വിശ്വസിക്കുന്നത് ലോകം കാണുക, ടൈപ്പ് ചെയ്തിടുക, അത് കാണുക, അത് വായിക്കുക, അത് വിശ്വസിക്കുക. 103-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വചനങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്, പ്രൈസ് ദ ലോർഡ് ഹു ഫോർഗിവ്സ് ഓൾ യുവർ സിൻസ് ആൻഡ് ഹീൽസ് ഓൾ യുവർ ഡിസീസസ്. അവൻ നിൻ്റെ സകല പാപങ്ങളെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വാവ്, ചിലതൊന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം ഉണ്ട്. അവൻ നിൻ്റെ സകല പാപങ്ങളെയും ക്ഷമിക്കുന്നു. സകല പാപങ്ങളെയും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല പാവങ്ങളും എന്നാണ് അർത്ഥം. ചിലത് മാറ്റിവെച്ചിട്ട് കഠിന പാവങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ചെറിയ പാവങ്ങളൊക്കെ അങ്ങ് മോചിച്ചു കൊടുത്തേക്ക് എന്നല്ല കർത്താവ് പറയുന്നത്. അവൻ നിൻ്റെ സകല പാവങ്ങളെയും ക്ഷമിക്കുന്നു. ആൻഡ് ഹീൽസ് ഓൾ യുവർ ഡിസീസസ്. എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും പാപങ്ങളെ ക്ഷമിക്കും, അത് വേറെ കാര്യം. എന്നാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. പാപമോചനം പൂർണ്ണമായി കൊടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? ദൈവത്തിന് മാത്രമേ സാധിക്കൂ. എന്നാൽ അതിനോട് കണക്റ്റഡാണ് രോഗസൗഖ്യം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഏഷ്യാവിൻ്റെ പുസ്തകം 55:11 മൈ വേർഡ് വിൽ അക്കംപ്ലിഷ് വാട്ട് ഐ ഡിസയർ. എൻ്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അപ്പോൾ ദൈവത്തിന് ഒരു വചനം അയക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് സാധിപ്പിക്കും. വാ, മത്തായി 8:8 മാത്യു 8:8 ജസ്റ്റ് സേ ദ വേർഡ് ആൻഡ് മൈ സെർവൻറ്റ് വിൽ ബി ഹീൽഡ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസൻ അല്ലെങ്കിൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ന് വെച്ചാൽ സെൻഡ് ദ വേർഡ്. നീ വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസൻ സൗഖ്യമാകും. ഒന്ന് ചിന്തിച്ച് നോക്കാമോ എന്തീ പറയുന്നത്? നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് എൻ്റെ ദാസന് സൗഖ്യപ്പെടും. ആളാണെങ്കിൽ അവിടെ ഇല്ല, രോഗി കൊണ്ടുവന്നിട്ടില്ല, രോഗി വീട്ടിൽ കിടത്തിയിട്ട് ആണ് വന്നിരിക്കുന്നത്. ഞാനിത് പറയുന്നത് ഫണ്ണിയായിട്ട് ചിന്തിക്കരുത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഗവൺമെൻറ് ആശുപത്രി എന്നാണ് പറയുന്നത് എല്ലാവരും. ഗവൺമെൻറ് ആശുപത്രി ഇന്നത്തെ രീതിയിലുള്ള വലിയ ജനറൽ ഹോസ്പിറ്റൽ പോലത്തെ ഒന്നുമല്ല, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലെയുള്ള ഒരു ചെറിയൊരു സർക്കാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. സാധാരണ അതിനകത്തൊരു കമ്പൗണ്ടർ ഉണ്ടായിരിക്കും, ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. കമ്പൗണ്ടർ എന്ന് പറഞ്ഞാൽ ചില മരുന്നിങ്ങനെ കൂട്ടുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് ആകപ്പാടൊരു ചുമന്ന ഒരു മരുന്ന്, ഒരു പിങ്ക് മരുന്നുണ്ട്, ജലൂസിൽ, ഇന്ന് ജലൂസിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പിങ്ക് മരുന്നുണ്ട്, പിന്നെ ഒരു വയലറ്റ് മരുന്നുണ്ട്. ഇത്രയും മാത്രമേ ആകെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഇതിലെല്ലാം എന്തോ ഒരു ഉള്ളിലെ മുറിയിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ, ഡോക്ടർ ഇന്ന രോഗത്തിന് മരുന്ന് എഴുതി കഴിഞ്ഞാൽ അകത്തെ മുറിയിൽ എന്തോ ഇങ്ങനെ ഭയങ്കരമായി ഇടിക്കുകയോ ഷെയ്ക്കുകയോ ചെയ്യുന്നത്, അത്
കമ്പൗണ്ടർ, അത് എന്തോ മരുന്ന് കൂട്ടി മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് തരും. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില സമയത്ത് രോഗി വീട്ടിൽ കിടക്കുക, രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യക്ക് ഇപ്പോൾ ഇന്നത്തെ പോലെ കാഷ്വാലിറ്റിയോ ഡിപ്പാർട്ട്മെൻറ്റോ കിടത്തി ചികിത്സിക്കാനുള്ള കട്ടിലോ ഒന്നുമില്ല. ആകപ്പാടുള്ള ഒരു മുറിയാണ്. ഒരു മുറിയിൽ ഡോക്ടറും അതിൻ്റെ ഒരു തട്ടി വെച്ചിട്ടുണ്ട്, ഒരു പാർട്ടീഷൻ, അതിനപ്പുറത്ത് കമ്പൗണ്ടർ. ഇതാണ് സാധാരണ ഉള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കുക എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ രോഗിയെ കൊണ്ടുപോകില്ല, രോഗിയുടെ വിവരം പറഞ്ഞിട്ട് അത് കേട്ട് ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കി പ്രിസ്ക്രിപ്ഷൻ എഴുതും. ഇതാണ് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കുക. ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് അത് ഇപ്പോഴും കേട്ടിട്ടുണ്ട്. രോഗിയില്ലാതെ വീട്ടിൽ നിന്ന് ഒരാൾ രോഗിക്ക് വേണ്ടി ഡോക്ടറുടെ അടുത്ത് ചെന്ന് രോഗവിവരങ്ങൾ പറഞ്ഞ് കുറിപ്പ് മേടിച്ച് അപ്പുറത്ത് കൊടുത്ത് മരുന്ന് കുപ്പിയുമായിട്ട് വീട്ടിൽ വരിക. കാരണം വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കും. ഇതുപോലൊരു പരിപാടിയാണ് ഈ ആളിവിടെ ചെയ്യുന്നത്. മത്തായി 8:8 ശതാധിപൻ അല്ലേ അദ്ദേഹം ചെയ്യുന്നത്. ആളെ കൊണ്ടുവന്നിട്ടില്ല, ആൾക്ക് ഇന്ന അസുഖമാണ്, വിവരം പറയുന്നു, യേശുവിൻ്റെ കയ്യിൽ നിന്ന് സൗഖ്യം മേടിക്കണം. അപ്പോൾ ഈ ശതാധിപൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിലോട്ടൊന്നും വരണ്ട, രോഗി ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടില്ല, എനിക്കാകെ ഉള്ളത് ഇവിടെ നിന്നുകൊണ്ട് നീ നിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ എൻ്റെ ബാല്യക്കാരൻ അഥവാ എൻ്റെ സെർവൻ്റ് സൗഖ്യമാവും. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ കാലത്ത് ഇതൊക്കെ ആരോടെങ്കിലും യുക്തിവാദികളോടോ ഇങ്ങനെയൊന്നും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളോടോ ഈവൻ ക്രിസ്ത്യാനികളിൽ പോലും വിശ്വാസികളിൽ പോലും അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ. മരുന്നും ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും സാധാരണ ആശുപത്രികളും ഗവൺമെൻറ് ആശുപത്രികളും എവിടെ നോക്കിയാലും മെഡിക്കൽ ഷോപ്പുകളുള്ള ഈ കാലത്ത് ദൈവത്തെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ട്, ദൈവത്തിൻ്റെ രോഗസുഖത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവർ തന്നെ എല്ലാ ആശുപത്രികളും ഡോക്ടേഴ്സും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പ്രെയർ ലൈനിൽ വിളിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ ഈ ബ്ലെസ്സിങ്സ് ടുഡേ പോലെയുള്ള പ്രാർത്ഥനാലയങ്ങൾ വന്നിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥനക്കാരൊന്ന് പ്രാർത്ഥിക്കാമോ, ഇപ്പോൾ ഒന്ന് ദൈവം കനിയും. ഏറ്റവും അവസാനത്തെ ഒരു അവലംബമാണ്. പക്ഷെ ഇവിടെ അതിനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല. അന്നത്തെ കാലം വ്യത്യാസമുണ്ട്. ഈ സെഞ്ചൂറിയൻ എന്ന് വെച്ചാൽ 100 പട്ടാളക്കാരുടെ മുകളിലുള്ള ആൾ വന്നിട്ട് പറയാം, എൻ്റെ ബാല്യക്കാരന് സുഖമില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ അർത്ഥം ഗോഡ്സ് വേർഡ് ഹാസ് അതോറിറ്റി ഓവർ സിക്നെസ് ആൻഡ് ബ്രോക്കൺനെസ്. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾക്കും തകർച്ചകൾക്കുമൊക്കെ മേൽ ദൈവത്തിൻ്റെ വചനത്തിന് അധികാരമുണ്ട്. ഒരാമൻ പറയാമോ? നേരത്തെ ടൈപ്പ് ചെയ്ത് വീണ്ടും ടൈപ്പ് ചെയ്തിടുക കമൻറ്റ് സെക്ഷനിൽ. ഐ റിസീവ് ഗോഡ്സ് ഹീലിംഗ് ബ്ലെസ്സിങ് ഇൻ ടു മൈ ലൈഫ് ടുഡേ. ദൈവത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ലജ്ജിക്കരുത്, നാണിക്കരുത്. ടൈപ്പ് ചെയ്തിടുക. ഇപ്പോൾ മരുന്ന്, മെഡിസിൻ വർക്ക്സ് ബിക്കോസ് ഇറ്റ് ക്യാരീസ് പ്രോപ്പർട്ടീസ് ദാറ്റ് റെസ്റ്റോർ ദ ബോഡി. ഒരു മരുന്ന്, ഇപ്പോൾ മരുന്ന് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ തന്നെ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഇതിൻ്റെ കണ്ടെയ്ൻസ് ഇതിനകത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, എന്ത് രോഗത്തിന് ഇതിൻ്റെ ഡോസ്, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും, അതിൻ്റെ അകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും. പക്ഷേ ഓരോ രോഗത്തിനും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ചെന്ന് വർക്ക് ചെയ്ത് സൗഖ്യം വരുന്നത്. ഇതുപോലെ ഗോഡ്സ് വേർഡ് ക്യാരീസ് സ്പിരിച്വൽ പവർ, ഡിവൈൻ പവർ ദാറ്റ് ക്യാൻ റെസ്റ്റോർ ലൈഫ്. ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, സൗഖ്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രോപ്പർട്ടീസ്, ഗുണഗണങ്ങൾ ദൈവവചനത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്പർ 2, ഹീലിംഗ് ഫ്ലോസ് ഫ്രം ഗോഡ്സ് കമ്പാഷൻ. ഇതെപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ദൈവിക രോഗസൗഖ്യത്തിൻ്റെ ബേസ് എന്താണ്? മനസ്സലിവാണ്. ദൈവം മനസ്സലിയുന്നത് കൊണ്ടാണ്. മൊത്തം തിരുവെഴുത്തെടുത്താൽ ഹീലിംഗ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു ഗോഡ്സ് കമ്പാഷൻ ടുവേർഡ് പീപ്പിൾ. ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ
ഭയങ്കരമായൊരു മനസ്സലിവിലാണ് എന്ത് കിടക്കുന്നത്, ഹീലിംഗ് കണക്റ്റഡ് ആയിരിക്കുന്നത്, രോഗസൗഖ്യം കണക്റ്റഡ് ആയിരിക്കുന്നത്. ഗോഡ്സ് ഹാർട്ട് മൂവ്സ് വിത്ത് മേഴ്സി വെൻ ഹി സീസ് സഫറിങ്. കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഇങ്ങനെ കരുണ കൊണ്ട് നിറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് മത്തായി 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. എന്നെ ഒന്ന് നോക്കിയേ, നിങ്ങളെ കണ്ട് കർത്താവിന് മനസ്സലിവുണ്ട്. വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. എല്ലാവരും പറഞ്ഞേ, രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തെ ഞാനിന്ന് സ്വീകരിക്കുന്നു. പറ. പുറപ്പാട് പുസ്തകം 15:26 ഐ ആം ദ ലോർഡ് ഹു ഹീൽസ് യു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 5:15 ദ പ്രെയർ ഓഫേർഡ് ഇൻ ഫെയ്ത്ത് വിൽ മേക്ക് ദ സിക്ക് പേഴ്സൺ വെൽ. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. ഹീലിംഗ് റിഫ്ലക്ട്സ് ഗോഡ്സ് ലവിങ് നേച്ചർ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകൃതമാണ് സൗഖ്യം കാണിക്കുന്നത്. ദൈവം സൗഖ്യമാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം സ്നേഹിക്കുന്നവനാണ്. ചില ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അപ്രോച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡോക്ടേഴ്സിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇരിക്കേ, കിടക്ക്, വാവളിക്ക്, അടക്ക്, ഓ എഴുതി വിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ ചെന്ന സമയത്ത് ആ മനുഷ്യൻ്റെ അപ്രോച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മരുന്ന് കഴിക്കണ്ട, ഈ മരുന്നേ എനിക്ക് വേണ്ട. ചില ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെന്നാൽ അവർ വളരെ സ്നേഹത്തിൽ ഇടപെടും. അവർ ചില ചോദ്യങ്ങളൊക്കെ, അവരുടെ അപ്രോച്ച് കാണുമ്പോൾ തന്നെ പലർക്കും ഇനി മരുന്ന് കഴിക്കണമെന്നില്ല, അവർക്ക് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നതുപോലെ ആ സമയത്ത് തന്നെ അവർ പകുതി ഹീൽഡായി. ഡോക്ടർ നല്ല രീതിയിൽ ഒന്ന് ഡീൽ ചെയ്താൽ തന്നെ അവരുടെ സ്പർശനവും അവരുടെ നോട്ടവും ആ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടത് പിടിക്കുന്നത്. അപ്പോൾ ആൾ ശ്വാസം പിടിക്കുക, വിട്, ശ്വാസം പിടിക്കുക, വിട് എന്നൊരു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാം വിട്ടുപോകും. ചില ഡോക്ടേഴ്സിൻ്റെ അപ്രോച്ച് അങ്ങനെയാണെങ്കിൽ മറ്റു ചിലരങ്ങനെയല്ല. ചില ഡോക്ടേഴ്സ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഈ ദേവദാസന്മാരൊക്കെ അല്ലെങ്കിൽ ശുശ്രൂഷകരൊക്കെ വീട് വിസിറ്റ് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൽ, എനിക്ക് തോന്നുന്നു നെഹമായക്കോ എമിക്കോ ഷമാ സിസ്റ്റർക്ക് എന്ത് രോഗം വന്ന സമയത്ത് ഒരു ഡോക്ടർ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നറിയാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുമോ. പാസ്റ്റർമാരൊക്കെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലെ ഡോക്ടർ വീട്ടിൽ കയറി വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു. That was really touching. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. ചുമ്മാ സൗഖ്യം കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതിലൂടെ അവൻ്റെ കരുതൽ, അവൻ്റെ സ്നേഹം, അവൻ്റെ മനസ്സലിവ്, ആ കമ്പാഷൻ, മേഴ്സി ഒക്കെ പുറത്തേക്ക് വരികയാണ്. നമ്പർ 3, ഹീലിംഗ് റെസ്റ്റോഴ്സ് വാട്ട് വാസ് ബ്രോക്കൺ. തകർന്നതിനെ തിരിച്ചു പണിയുന്നതാണ് രോഗസൗഖ്യം എന്ന് പറയുന്നത്. തകർന്നു പോയ ഒന്ന്, തരിപ്പണമായി പോയ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് രോഗസൗഖ്യം. കാരണം ഈ വായിച്ച വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. 107 സങ്കീർത്തനത്തിൻ്റെ 20 വചനത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്, ഹീ റെസ്ക്യൂഡ് ദം ഫ്രം ദ ഗ്രേവ്. അവൻ ശവക്കുഴിയിൽ നിന്നും അഥവാ മരണത്തിൽ നിന്നും അവരെ പുറത്തെടുത്തു. ഹീലിംഗ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് വർക്ക് ഓഫ് റെസ്റ്റോറേഷൻ. ദൈവിക പുനഃസ്ഥാപനത്തിൽപ്പെട്ട ഒന്നാണ്, അതിനൊരു ഭാഗമാണ് ഹീലിംഗ്. ബ്രിങ്ങിങ് ലൈഫ് where there was weakness, damage, despair, etc. രോഗം വരുമ്പോൾ നമ്മളൊക്കെ ശരീരം തളർന്നു പോകുന്നു, മനസ്സ് ഡൗൺ ആകുന്നു, എന്തൊക്കെയോ വേറൊരു ലോകത്തിലേക്കാണ് ഈ രോഗിയായിരിക്കുന്ന സമയത്ത് നമ്മൾ, വേറൊരു അന്തരീക്ഷമല്ലേ, അങ്ങനെ മാറ്റപ്പെടുന്നു. ഭയങ്കരമായ ഡാമേജ് നമ്മുടെ വ്യക്തിത്വത്തെ എന്തിലൊക്കെയോ ഉണ്ടാകും. പലപ്പോഴും രോഗം വരുന്ന സമയത്ത് പലരുടെയും മാനസിക നിലവാരത്തിൽ ഒരു ഡിപ്പുണ്ടാകും, ഗ്രാഫ് താഴേക്ക് പോകും. സൗഖ്യം വന്നു കഴിയുമ്പോഴാണ് അത് തിരിച്ചു കയറി പഴയ രീതിയിലേക്ക് അത് വരുന്നത്. ഇതിനെയാണ് കർത്താവ് റെസ്റ്റോർ ചെയ്യുന്നത്. ജെറമയ 30:17, യിരെമ്യാവിൻ്റെ പുസ്തകം 30:17, ഐ വിൽ റെസ്റ്റോർ യു ടു ഹെൽത്ത്. ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു വരുത്തും. ഏശയ്യാവ് 53:5, ഐസയ്യ 53:5, ബൈ ഹിസ് വൂൺസ് വി ആർ ഹീൽഡ്.
അവൻ്റെ അടിപ്പിണരുകളാൽ, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമായിരിക്കുന്നു. മാർക്ക് 5:34, മർക്കോസ് 5:34, ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു, ഗോ ഇൻ പീസ്. നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, നീ വീട്ടിൽ പോകാം. മകളെ എന്ന് വിളിക്കുന്നത്. മകളെ, യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു, ഗോ ഇൻ പീസ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് സമാധാനത്തോടെ പോകാം. അപ്പം അവിടെ കർത്താവിന് പറയാം, എൻ്റെ ശക്തിയാണ് നിന്നെ സൗഖ്യമാക്കിയത്, വീട്ടിൽ പോ. അങ്ങനെയല്ല പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ സുഖമാക്കിയിരിക്കുന്നു. കർത്താവിന് ക്രെഡിറ്റ് പോലും എടുക്കുന്നില്ല, നിൻ്റെ വിശ്വാസം കൊണ്ടാണ്. ഓ വാ വാ വാ, അതൊരു ഭയങ്കര സംഭവമല്ലേ. എല്ലാവരും കൈയുയർത്തി പറഞ്ഞ്, ദൈവത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രോഗസൗഖ്യം കിട്ടിയ ബ്ലെസ്സിങ് ടുഡേയിലൂടെ, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമുകളിലൂടെ, മോർണിംഗ് ഗ്ലോറിയിലൂടെ, സൺഡേയിലൂടെ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ മീറ്റിങ്ങിൽ വന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ സൗഖ്യം എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞതായിരിക്കാം, അതിനുവേണ്ടി നന്ദി സൂചകമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തതാകാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഫ്രഷായിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം എന്താണ്, അത് ഇന്ന് ലോകം മുഴുവൻ ആളുകൾ കാണേണ്ടതിന്, വായിക്കേണ്ടതിന്, സാക്ഷ്യത്തിനായി ടൈപ്പ് ചെയ്തിടുക. നീണ്ടാലും കുഴപ്പമില്ല. രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ 10 വർഷത്തിന് മുമ്പായിരിക്കാം, 25 വർഷത്തിന് മുമ്പായിരിക്കാം, എന്ന് കിട്ടിയതായാലും ഇപ്പോഴൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ഒന്നല്ല പലതുണ്ടെങ്കിൽ എല്ലാം ഇട്ടോ. അത് വായിച്ച ആളുകൾ സൗഖ്യമാകും. കാരണം ഒരു സാക്ഷ്യം മറ്റുള്ളവരുടെ അകത്തെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കുമ്പോൾ ശരീരം മാത്രമല്ല, നമ്മുടെ സോൾ പാർട്ട്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എല്ലാം തിരിച്ച് ഒരു ഹെൽത്തിലോട്ട് തിരിച്ചു വരും. നമ്പർ 4, ഹീലിംഗ് ബ്ലെസ്സിങ് ലീഡ്സ് ടു ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൈസ്. രോഗസൗഖ്യത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ അകത്ത് നന്ദിയും സ്തുതിയുമെല്ലാം കൊണ്ടുവരും. ഈ 107-ാം സങ്കീർത്തനം റിപ്പീറ്റഡ്ലി അത് വായിക്കുമ്പോൾ, ആ സങ്കീർത്തനത്തിൽ റിപ്പീറ്റഡ്ലി കോൾസ് പീപ്പിൾ ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹിസ് ഗുഡ്നസ്. ദൈവത്തിന് അവൻ്റെ നന്മയ്ക്കായി, ഇങ്ങനെ പറയട്ടെ, അവൻ്റെ നന്മയ്ക്കായി നന്ദി പറയാൻ, സ്തോത്രം അർപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം വെൻ ഗോഡ് ഹീൽസ് ആൻഡ് റെസ്ക്യൂസ്, ദ നാച്ചുറൽ റെസ്പോൺസ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൈസ്. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഈ പത്രോസും യോഹന്നാനും കൂടെ ഒരു മുടന്തനെ സൗഖ്യമാക്കുന്നു. പള്ളിയുടെ മുമ്പിൽ, ദേവാലയത്തിൻ്റെ മുമ്പിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിരുന്ന് ഭിക്ഷയാചിക്കുന്നൊരു മനുഷ്യൻ സൗഖ്യമാക്കിയ സമയത്ത് അദ്ദേഹം ചെയ്ത പരിപാടി കേൾക്കണം. ആ ഭിക്ഷാടനം നടത്തുന്ന പ്ലേറ്റും അല്ലെങ്കിൽ വിരിക്കുന്ന വിരിയും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് തുള്ളിച്ചാടി ദേവാലയത്തിനകത്ത് കടന്ന് ദൈവത്തെ സ്തുതിക്കാനും ഉറക്കെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ദാറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റെസ്പോൺസ്. ഒരാൾക്ക് സൗഖ്യം കിട്ടിയാൽ സൗഖ്യം കിട്ടിയോട്ടെ, ശരിയെന്നാ പോട്ടെ. അങ്ങനെ ചെയ്തത് ആ 10 കുഷ്ഠരോഗികൾ 9 പേരാണ്. അവർ തിരിച്ചു വന്നില്ല. അവരൊരിക്കലും യേശുവിന് താങ്ക്സ് പറയുക ഒന്നും ചെയ്തില്ല. അവരാ വഴി പോയി. കർത്താവ് ചോദ്യം ചെയ്തു, അവരെവിടെയെന്ന് ചോദിച്ചു. കൂട്ടുകാരൊക്കെ എവിടെ? കുഷ്ഠരോഗികളായിരുന്ന നിങ്ങളുടെ ലെപ്പർ ഫ്രണ്ട്സൊക്കെ എവിടെ? 107-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ ലെറ്റ് ദം ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹിസ് അൺഫെയിലിംഗ് ലവ്. ഒരിക്കലും തീരാത്ത അവൻ്റെ സ്നേഹത്തിനായി അവനെ സ്തുതിക്കാൻ പറയുന്നു. 30-ാം സങ്കീർത്തനം 2-ാമത്തെ വചനത്തിൽ ലോർഡ് മൈ ഗാഡ്, I called to you for help and you healed me. ഞാൻ നിന്നോട് അപേക്ഷിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. ലൂക്കോസ് 17-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ one healed leper returned to give thanks to Jesus. സൗഖ്യമായ ഒരു കുഷ്ഠരോഗി മാത്രം മടങ്ങി വരുന്ന രംഗം അവിടെ കാണുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ സാക്ഷ്യത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു രോഗസൗഖ്യമുണ്ടായെങ്കിൽ ആ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യത്തിന് ചില രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. അവർ വിശ്വസിക്കും. മാത്രമല്ല, സൗഖ്യമാക്കുന്നൊരു ദൈവം ഇന്നുമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗാഡ് ഈസ് നോട്ട് എ മജീഷ്യൻ, ഹീ ഈസ് എ മിറക്കിൾ വർക്കർ. ആൻഡ് മിറക്കിൾസ് ആർ ഹാപ്പനിങ് ഈവൻ ടുഡേ ബിക്കോസ് ദ മിറക്കിൾ വർക്കർ ഈസ് എലൈവ്. ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു, ഇന്ന് അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. കാരണം ഇത് ചെയ്യുന്നയാൾ ജീവിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 13-8 അല്ലേ 7-8 പറയുന്നത്,
യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകുന്നു. കൈനീട്ടാം. കർത്താവേ, രോഗികളെ അങ്ങ് ഇപ്പോൾ സൗഖ്യമാക്കണമേ. രോഗസൗഖ്യത്തിൻ്റെ അത്ഭുതം ഇപ്പോൾ അങ്ങ് റിലീസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഈ ഷോൾഡർ ബ്ലേഡിന് പ്രയാസമുള്ള ആരൊക്കെയോ കർത്താവ് സൗഖ്യമാക്കുന്നത് പോലെ റിബ് കേജ്, ഈ വാരിയല്ലുകളിൽ എന്തോ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലോസിസ് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ അസ്ഥികളിലൂടെ ഡീജനറേഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപ്രോസിസ് സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ മാറിപ്പോട്ടെ. ഹീലിംഗ് മിറക്കിൾസ് ഞാൻ ഈ സമയത്ത് റിലീസ് ചെയ്യുന്നു. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന രോഗം ഞാനിപ്പോൾ പറഞ്ഞില്ല, നോ പ്രോബ്ലം, കൈനീട്ടാം. യേശു അറിയുന്നു. വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ മിറക്കിൾ അവർ സ്വീകരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ളവരോ ഒന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം കണ്ടപ്പോൾ, പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ചപ്പോഴൊക്കെ, ഇപ്പോൾ ടി വി പ്രോഗ്രാമുകൾ നടന്നിരുന്ന സമയത്തുണ്ടായിരുന്ന എല്ലാവരും ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്കാണ് ഒത്തിരി കിട്ടിയിരിക്കുന്നത്. എങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ടെസ്റ്റിമണി ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഒത്തിരി പേരെ അത് ബ്ലസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. നാളെ വീണ്ടും കാണും. ഗോഡ് ബ്ലസ് യു. ബൈ. Something exciting is coming your way this April 4th. We're excited to be coming to Thiruvananthapuram on the 4th of April, that is Saturday, for the celebration of the cross. तो करो जय जयकार।